കൊല്ലാൻ വരികയാണാ. അപ്പൊ അടുത്തതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സ്ലോലി സ്പ്രെഡ് ചെയ്യുക ചീനിച്ചട്ടിയിൽ. ആലോചിച്ച് നോക്കിയാൽ ജാർഖണ്ഡ് ഏറ്റവും നോർത്ത് ചെയ്ത് വന്ന് കേരളത്തിന്റെ ഡിഷ് ഇതാ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്നു. ഇതാണ് ഗൈസ് ഇന്ത്യൻ. അപ്പൊ അഞ്ജലി ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗട്ട്സ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ്. രാവിലെ ഒരാളെ കാണിച്ചു തരാൻ ഗൈസ്. മുടിഞ്ഞ കുക്കിംഗ് ആണ് രാവിലെ മുതൽ. എന്ത് സ്പെഷ്യലാണ് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത്? ഞാനാ ആക്ച്വലി അഞ്ജലി ഇല്ലേ യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോ വീനാസ് കിച്ചന്റെ വീഡിയോ കണ്ടു. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ കേരള സ്റ്റൈൽ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനാണ് ഇന്നത്തെ അഞ്ജലിയുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണി തന്നു ഗൈസ്. ആക്ച്വലി ഇന്ന് വീനാസ് കിച്ചൺ കഴിഞ്ഞിട്ട് ക്യാരറ്റ് തോരൻ ഞാൻ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ക്യാരറ്റ് തോരൻ എന്തായിരിക്കും. ഞാൻ തന്നില്ലെങ്കിൽ അഞ്ജലിയെ കൊണ്ട് തീറ്റിച്ചിരിക്കുന്നത്. അപ്പൊ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് ഇതാണ് ഗൈസ് കീ ഇൻഗ്രീഡിയൻസ്. ഇതാണ് റെഡ് ചില്ലല്ലോ, ഗ്രീൻ ചില്ലി. അവിടെ തന്നെ തെറ്റി. ഓക്കെ, ഇത് കരിവേപ്പിലയാണ്. ഇത് നമ്മുടെ ചെറിയ ഉള്ളി. ഇത് ജിഞ്ചർ. റെഡ് ചില്ലി ഉണ്ടോ? അപ്പൊ റെഡ് ചില്ലി വെച്ചോ, തെറ്റിയില്ല. മസ്റ്റർഡ് ബി ഉണ്ട്. പിന്നെ ശുദ്ധമായി പുറത്തുനിന്ന് വാങ്ങിച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ശുദ്ധമായി പുറത്തുനിന്ന് വാങ്ങിച്ച കോക്കനട്ട്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഗ്രൈൻഡ് ചെയ്ത ക്യാരറ്റ്. അപ്പൊ ആദ്യത്തെ പ്രൊസീജിയറാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത ക്യാരറ്റിൽ ചെറിയ ഉള്ളി മിക്സ് ചെയ്യാന്നുള്ളത്. ആ ചെറിയ ഉള്ളി 10 ചെറിയ ഉള്ളി വീനാസ് കിച്ചണിൽ പറഞ്ഞതുപോലെ 10 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ നിന്നും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടുതലിടുന്നില്ല, കുറവിടുന്നില്ല. അപ്പൊ ടേസ്റ്റ് ഒന്നും തന്നെയായിരിക്കും വിശ്വസിക്കുക. 10 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഞാനത് മിക്സ് ചെയ്തു. വരുന്നില്ലല്ലോ ഉള്ളി. मैंने उसको छोटे-छोटे ही कट किया था. chopped it small but it is all stick together. It was very small. ചെറിയ ഉള്ളി. പിന്നെ പച്ചമുളക് ഇടണം. പച്ചമുളക്. സ്റ്റൈൽ. ക്യാരറ്റ് വേസ്റ്റായി കഴിഞ്ഞാണ്ടല്ല. ക്യാരറ്റ് KG എത്ര വില. കുറച്ച് കരിവേപ്പില. ഇനി 4 സ്പൂൺ തേങ്ങ ഇടണമെന്ന് പറഞ്ഞു. സ്പൂണിൽ നിന്നാണ് ഇട്ടത്, കൈ കൊണ്ടാണ് വീനാസ് കിച്ചണിൽ ഇട്ടത്. 4 സ്പൂണ് ഉണ്ട് ഗൈസ്. 4 സ്പൂണില്ലേ, 2 സ്പൂണായി. 3.5. അയ്യോ മതി, കുറച്ചുകൂടെ. 3.25 ആയതേ ഉള്ളൂ, 4 ആവാണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തു. കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു മറന്നില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ഇട്ടു. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പിട്ടോ? ഉപ്പിടണമല്ലേ പറയും പോലെ. ഉപ്പിനെ പറ്റി പറഞ്ഞില്ലായിരുന്നല്ല. കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ. तुम जैसा बना रहे हैं ना, वीनास किचन घर आके तुमको सिखाएगी. You have destroyed my recipe. So 1 bottle oil. 1 bottle ഇല്ല, 1 spoon oil. ഒരു ബോട്ടിൽ എന്നെ കുടിപ്പിക്കാൻ പോകണേ. 2 tablespoon only. Hey, where is mustard seed? Oh sorry. അടുത്തതായി കുറച്ച് മസ്റ്റർഡ് സീഡ്. കുറച്ച് नहीं. ഷിറ്റല്ല, മസ്റ്റർഡ് സീഡ്. मस्टर्ड. കുറച്ച് മസ്റ്റർഡ് സീഡ്. കുറച്ചില്ല, एकदम अच्छे से डालो. 2 spoon. അബി സ്പൂൺ ഏതാണെന്ന് അറിയില്ല. This is called 2 spoon of orange. അപ്പോൾ അടുത്തതായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സ്ലോലി സ്പ്രെഡ് ചെയ്യുക ചീനിച്ചട്ടിയിൽ. Looks very healthy. ഓണാഘോഷത്തിന് ഓണപ്പൂക്കൾ ഇടാനായിട്ട് full concentration. കരിഞ്ഞെങ്ങാനും പോയത് ക്യാരറ്റ് വേസ്റ്റ് ആവും. അങ്ങനെ ക്യാരറ്റ് അതിന് ശേഷം നല്ലതായി ഇളക്കി മറിക്കുകയായിരുന്നു ക്യാരറ്റിന്. ये अंदर वापस रखने का है. ഓഹോ, डिसिप्लिन डिसिप्लिन. വേർത്ത് കുളിച്ചിരുന്ന് കുക്കിയുടെ പോലെ സാധനങ്ങൾ കൊടുക്കുന്നു. He'll always give lecture to me. You should keep everything back when you use, after you use. ജ്യൂസ് കുടിക്കട്ടെ, തിളങ്ങും. ഉപ്പ് സ്റ്റാർട്ടിംഗ് में ही डालना था. This is important ingredient. ഇന്നലെ ആദ്യം ഇട്ട ഞാൻ അവസാനം ഇടുകയായിരുന്നു. നമുക്കെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ട് പോവാം. അപ്പം നല്ലവണ്ണം ക്യാരറ്റിനെ ഇളക്കുക. ചീനിച്ചട്ടി പിടിക്കണമല്ലോ. അയ്യോ, एक नॉन स्टिक कढ़ाई नहीं ले सकते? എനിക്കറിയാമായിരുന്നു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നത്.
ജീവിതത്തിൽ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയിട്ടില്ല. ആ ഞങ്ങളാണ് എനിക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ക്യാരറ്റ് തോരൻ കണ്ടിട്ട് സന്തോഷമായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ കാണാനായിട്ട് വീണാസ് കിച്ചൺ പോയി നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് മാസ് എല്ലാം ഉണ്ടാക്കി തരാറില്ലേ ക്യാരറ്റ് തോരൻ? ഇതാണ് ഗൈസ് ആ ക്യാരറ്റ് തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Actually, this looks healthy. ലുക്ക് മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്യുന്ന ടേസ്റ്റില്. हाँ कैरेट है, मसाला नहीं है, सिर्फ बिना ऑयल का भी बना सकते हैं. ഹെൽത്തിയാണ്, ഹെൽത്തിയാണ്. കുറച്ച് ഓയിൽ ഉപയോഗിച്ചോളൂ. ക്യാരറ്റ് തോരൻ ഈസ് റെഡി. അങ്ങനെ സ്വാദിഷ്ടമായ ക്യാരറ്റ് തോരൻ റെഡിയായി ഗൈസ്. നിസഗരി നിസഗരി कॉपीराइट आएगा. അഞ്ജലി മൊത്തം കഴിക്കണം, മൊത്തം വേസ്റ്റ് ആക്കാൻ പാടില്ല. ए बस बस बस. അപ്പോൾ അഞ്ജലി ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗട്ട്സ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ ഇന്നത്തെ ക്യാരറ്റ് തോരൻ എങ്ങനെയുണ്ടെന്ന്. എന്നെ കൂടെ ഇരിപ്പിണ അത് നോക്ക്. സൂപ്പർ ടേസ്റ്റ് बनाऊंगा. ഓണസ്റ്റ് ഒപ്പീനിയൻ വേണ്ട, ഓക്കെ? അത് വന്ന് ഉപ്പ് കൂടുതലാണ്. ഉപ്പ് കുറച്ച് ജാസ്തിയാണ്. കൂടുതലാണോ? ബട്ട് ചില്ലി ടേസ്റ്റ് സബ്സൈഡ് कर रहा है. അപ്പോൾ കൊള്ളാം. കൊള്ളാം കൊള്ളാം. അപ്പൊ ക്യാരറ്റ് തോരൻ വേസ്റ്റ് ആയില്ല ഗൈസ്. അഞ്ജലി ഇട്ട് മൊത്തം കഴിക്കാനായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു, രക്ഷപ്പെട്ടു. അപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കി ഗൈസ് എല്ലാം. അപ്പൊ ഇനി ലഞ്ച് കഴിച്ചിട്ട് കാണാം. അഞ്ജലി ഇന്ന് ഒരു രക്ഷയില്ല ഗൈസ്. ഒരു അവധി ദിവസം കിട്ടിയപ്പോഴത്തേക്ക് മൊത്തം യൂട്യൂബിൽ കാണുന്ന റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യാണ്, ഇപ്പൊ ഉണ്ടാക്കുകയാണ്. എന്താണ് സാധനം പറയും പോലെ? ഇലയപ്പം. ഇലയപ്പം അല്ലേ? ഇലയട. ഞങ്ങൾ ഇലയപ്പം എന്നും പറയും. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിൽ ഇലയപ്പം എന്ന് പറയുന്നത് ഇത് ഇലയടയാണ്. ഇലയട. ജീൻസും പാന്റും ഇട്ട് കേരള സ്റ്റൈലിൽ ഇലയട ഉണ്ടാക്കുന്നത്. ചിക്കൻ റോള് പോലെ ഉണ്ടാക്കണം. അപ്പൊ इंटरेस्टिंग है नहीं? सील होना है सब तरफ से. ബാംഗ്ലൂർ സ്പെഷ്യൽ ഇലയട. ബാംഗ്ലൂർ ഫ്രം ജാർഖണ്ഡ്. അതെ, ആലോചിച്ച് നോക്കിയേ. ആലോചിച്ച് നോക്കിയേ, ജാർഖണ്ഡ് ഏറ്റവും നോർത്തിൽ നിന്ന് വന്ന് കേരളത്തിന്റെ ഡിഷ് ഇതാ ബാംഗ്ലൂരിൽ ഉണ്ടാക്കുന്നു. ഇതാണ് ഗൈസ് ഇന്ത്യൻ. അപ്പൊ അഞ്ജലി ഇതെല്ലാം 3 ടൈപ്പ് റെഡിയായി ഗൈസ്. അപ്പൊ എനിക്കുള്ളതായി, നിനക്കില്ലേ? അല്ല, ഹസ്ബൻഡിന്റെ ഹൃദയത്തേക്കുള്ള വഴി വയറു വഴിയാണ്. വയറു വഴിയല്ല, मतलब मैं बोल रहा था हस्बैंड का हार्ट का रास्ता पेट से है करके. അതെന്തായി കൊല്ലാൻ വരികയാണോ? उसका फीलिंग था, एक चम्मच बच गया था, उसमें अट नहीं रहा था. മിച്ചം വന്നത് എനിക്ക് തന്നാ. അങ്ങനെ അഞ്ജലിയുടെ ഇന്നത്തെ ഇലയപ്പം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. തുറന്നു നോക്കാം നമുക്ക്. ഓ, നല്ല സ്റ്റീമൊക്കെ പോകുന്നുണ്ടല്ലോ. ലുക്കുണ്ട്, കിടുവാണ്. അപ്പൊ ഇന്ന് ക്യാരറ്റ് തോരൻ എന്റെ വക, ഇലയപ്പം അഞ്ജലിയുടെ വക. അയ്യോ, കൈ പൊള്ളിക്കല്. നോക്കിയിട്ട് കൈ എടുക്കില്ല. ചൂടാണ്. നല്ല ചൂടുണ്ട്. प्लेयर दिखता प्लेयर इल्ला जो है उसमें से अरेंजमेंट करते हैं. एक सेकंड. वाह, हस्बैंड हैज अ सॉल्यूशन फॉर एवरीथिंग. ऑप्शन क्या है? और ऑप्शन मिला. हां, ये बात सही है. കൈ പൊള്ളിക്കരുത്, സൂക്ഷിച്ച്. ऐसा है ना. എനിക്ക് എപ്പോഴും ഇതുപോലെ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടൂണാ ഗൈസ് ഓർമ്മ വരുന്നത്. നിസഗരി നിസഗരി സ പബ ഗബ ഗബ ബബ. അഡ്ജസ്റ്റ്മെന്റ്. യോ, ഐ ഡിഡ് ഇറ്റ്. അതെ, അഞ്ജലി ഇലയടയായിട്ട് വന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്നും കേരള റെസിപ്പി ബാംഗ്ലൂർ ഉണ്ടാക്കിയപ്പോഴത്തേക്കും വരണില്ലല്ലോ. അതെ വന്നു. അഭിപ്രായം പറയാം. If tomorrow he'll be alive or not. ചൂടാണ്. ആക്ച്വലി കിടു സംഭവം പൊളിയായിട്ടാ അഞ്ജലി. Wow. It's very difficult to find all these things in Bangalore. I'm not sure where it is available in Bangalore. If you are aware of it, please do leave the comment below so that I should not make so much of effort. ഭാര്യയെ എന്താ പറയാ, പോയിട്ട് പറയുക കിടുവായിട്ട് ഉണ്ടാക്കി. ഇത്രയും കിടുവായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഒരു ലൈക്ക് അഞ്ജലിക്കായിട്ട് എല്ലാവരും ചെയ്യുക.
അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു. ഇനി ഒരു പരിപാടിയില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അതുമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്നും പറയുന്നില്ല, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇന്ന് അഞ്ജലിയുടെ കുക്കിംഗ് ആയിരുന്നു മൊത്തം ഈ വീഡിയോയിൽ. അപ്പോൾ ഈ കുക്കിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അതുമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വലിയ വലിയ മോട്ടിവേഷൻ ഞങ്ങൾക്ക് കിട്ടും, ഇതുപോലെ നല്ല വീഡിയോസ് ഉണ്ടാക്കി നിങ്ങൾ മുന്നിൽ വരാനായിട്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.